അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റാം. ഇപ്പോൾ ആ പഴത്തിന്റെ തൊലിയെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റും. മിക്സിയുടെ ജാറിലൊന്നും വെച്ചിട്ട് അടിക്കരുത്. ഇതുപോലെ തന്നെ ഫോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഉടച്ചെടുക്കുക. ഇപ്പോൾ ആ പഴമൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പഴുത്ത പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉടച്ചു വെച്ച പഴം മുഴുവനും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് വെച്ചിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊന്നും ഉണ്ടാവില്ല. പഴമൊക്കെ നല്ലതുപോലെ വെന്ത് ഒന്ന് ഉടഞ്ഞു വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ആ പഴത്തിൻ്റെ ചുവയൊക്കെ ഒന്ന് മാറി പഴമൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 250 ml കപ്പിന് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ റവയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ 100 ഗ്രാം റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റവ ഒരു 2 മിനിറ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും. ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് ഉടച്ച് വിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിന് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ജസ്റ്റ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. റവയും അതേപോലെ തന്നെ 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ടാണ് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ചിരകിയെടുത്ത തേങ്ങയാണെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള പാലാണ്. 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത റവ എല്ലാം വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. റവ എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 3 മിനിറ്റ് ഒക്കെ ആയപ്പോൾ പാലൊക്കെ വറ്റി റവയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ റവയൊക്കെ വെന്ത് സോഫ്റ്റ് ആയിട്ട് മാറും. ഇപ്പോൾ കണ്ടല്ലേ നല്ലോണം വറ്റി ഇതാ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ മധുരം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല മധുരമാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക.
പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് റെഡിയായി കിട്ടും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ പഴുത്ത പഴമൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്നാക്സ് റെഡിയാക്കി കൊടുക്കാം. ഒരുപാട് ഇഷ്ടമാവും. ഇത് പഴം വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന് ആരും കഴിച്ച് നോക്കുന്നവർ ആരും തന്നെ പറയില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാവും. ഈ ഒരു പാനിൽ നിന്ന് നമുക്കിത് വിട്ട് കിട്ടണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചെറുതായിട്ട് പൊടിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അതൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. നമ്മളിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ദാ നല്ല സോഫ്റ്റായിട്ട് ഇതാ മാറിയിട്ടുണ്ട്. പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടില്ല, പാനിൽ നിന്ന് ഇതാ വിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയാവണം. ഇതുപോലെ നല്ല കട്ടിയാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി, ഇപ്പോൾ ഈ പാൻ നല്ല ചൂടല്ലേ, ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ ഇതാ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറിയ ചൂടേ ഉള്ളൂ. കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള മിക്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. 2 കൈയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒട്ടും സ്ക്രാച്ച് ഒന്നുമില്ല. നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് ഇതാ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകളെല്ലാം ഒരു പാനിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മറിച്ചു വിട്ട് 2 വശവും ഒരു ബ്രൗൺ നിറാവണം. ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. രണ്ട് വശവും ഇതുപോലെ ഒരു ഗോൾഡൻ നിറാവണം. രണ്ട് വശവും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പഴമൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടില്ല, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം പഴം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്